അങ്ങനെ ഒരു ബ്രേക്കിന് ശേഷം വൺ പീസിന്റെ ചാപ്റ്ററായുള്ള 1166 ബ്രീഫ് ആളുടെ സ്പോയിലേഴ്സും പിന്നെ കുറച്ചധികം പോയിന്റ്സും കിട്ടിയിട്ടുണ്ട്. സോ എന്താന്ന് നോക്കാം. അതിനു മുമ്പ് ഈ പേജ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഇത്തവണ കവർ പേജ് ആയിട്ട് ഒരു കളർ സ്പ്രെഡാണ് കിട്ടിയിട്ടുള്ളത്. അവിടെ ആയിട്ട് നമ്മുടെ സ്ട്രോ ഹെഡ്സ് ക്രൂ എല്ലാവരും തന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചാപ്റ്ററിലേക്ക് തുടങ്ങാൻ നേരത്ത് നമ്മുടെ റോക്സിന്റെ മേത്തുള്ള ഫൈനൽ ബ്ലോ ചെയ്തത് നമ്മുടെ ഫിഗർലാൻഡ് ഗാർലിംഗ് ആണ്. അങ്ങനെ ഗോൾഡ് വാലി കടലിലേക്ക് മുങ്ങാൻ തുടങ്ങി. ഈ റോക്സിന്റെ ഡിഫീറ്റ് അറിഞ്ഞ ഈ ലോകം തന്നെ ഒന്ന് ഞെട്ടിത്തെറിച്ച് പോയിരുന്നു. അത് മാത്രമല്ല റോക്സ് ആയിട്ട് അവന്റെ ഡ്രീം ഉണ്ടല്ലോ കിങ് ഓഫ് ദി വേൾഡ് ആകാനുള്ളത്, അത് ലോക്കിയുടെ മേലിൽ ഡിക്ലെയറും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ റോജർ തിരിച്ചു പോകുന്ന ടൈമിലാണ് അവന് ഒരു ചെസ്റ്റിൻ്റെ അകത്ത്, അതായത് ഒരു ട്രഷർ ചെസ്റ്റിൻ്റെ അകത്ത് നമ്മുടെ ഷാങ്സിനെ കിട്ടുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡ്രാഗനായിട്ട് ഒരു പ്രസന്റിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് അവനെ പിടിച്ച് കേട്ടിട്ടുണ്ട്. ഗാർപ്പാട്ടെ അവനെ ഒന്ന് വിസിറ്റ് ചെയ്യും, അവനെ ഫ്രീ ആക്കുന്നുണ്ട്. ചാപ്റ്ററിന്റെ അവസാനം നമ്മുടെ ഹാളിലാട്ടെ അവന്റെ കൊമ്പുകൾ ഒടിക്കുന്നുണ്ട് സെബേക്കിന്റെ മരണം അറിഞ്ഞതിന് ശേഷം. അത് മാത്രമല്ല ഹാളിൽ നെയ്വൊക്കെ കെഞ്ചി പറയുന്നുണ്ട് ഇതുവരെ ചെയ്ത എല്ലാത്തിനോടും ക്ഷമിക്കണം, അതുമാത്രമല്ല വേണമെന്നുണ്ടെങ്കിൽ നെയ്വയുടെ സ്ലേവ്സ് വരാകാൻ അവർ തയ്യാറാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്പോയിലർ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, വളരെ കുറച്ച് സ്പോയിലേഴ്സ് മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ചാപ്റ്റർ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ പേജ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ ഇറങ്ങുന്ന അതേ ദിവസം തന്നെ ഒരു കിടിലൻ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പം തന്നെ 2 പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.